നമസ്കാരം. എല്ലാവരെയും നമ്മുടെ ഈ ചെറിയ കുടുംബത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് അതായത് താമ്പൂല പ്രശ്നം വെറ്റില ഒരു പുരാണ കഥയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. വെറ്റിലയുടെ മഹാത്മ്യത്തെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. നമുക്ക് ഏതൊരു മംഗളകർമ്മങ്ങള് തുടക്കം കുറിക്കുമ്പോൾ ആരംഭത്തിൽ നമ്മളൊരു ദക്ഷിണ വെക്കാറുണ്ട്. വെറ്റിലയിൽ ഒരു പാക്കില്ലെങ്കിൽ ഒരു ചെറുനാരങ്ങ, അതിന്റെ കൂടെ ഒരു വെള്ളിത്തൊട്ടും വെക്കാറുണ്ട്. നമ്മൾ ഏത് മംഗളകർമ്മത്തിന്റെയും തുടക്കം ഒരു ദക്ഷിണ വെച്ചിട്ടാണ് ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ പൂർത്തീകരിച്ചു കഴിയുമ്പോൾ നമ്മുടെ മാതാപിതാ ഗുരുക്കന്മാർക്കും നമ്മൾ ദക്ഷിണ വെക്കാറുണ്ട്. അപ്പോൾ അതിന്റെ ആ വെറ്റിലയുടെ ഉത്ഭവം എവിടെ നിന്നാണ്, അതെങ്ങനെ ഭൂമിയിൽ വന്നു എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത്. പണ്ട് നമ്മുടെ വീടുകളിൽ മുത്തശ്ശിമാരുണ്ടായിരുന്ന നമുക്ക് കഥകൾ പറഞ്ഞു തരാൻ. ഇന്ന് മുത്തശ്ശിമാരുണ്ടെങ്കിൽ അത് കേൾക്കാൻ നമ്മുടെ കുട്ടികൾക്ക് ഒട്ടുമേ സമയമില്ല. അതായത് സ്കൂളിൽ ഒരുപാട് പഠിക്കാനുണ്ട്, പോർഷൻ തീർക്കണം. അപ്പോൾ വീട്ടിൽ വരുമ്പോൾ അവർക്ക് പഠിക്കാനുണ്ട്, അവരവശതയിലാണിക്കും വരുന്ന ക്ഷീണിച്ച്. അപ്പൊ നമുക്ക് കഥകൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ ഇല്ല. ഈ കാര്യത്തിലേക്ക് വരാം. നമ്മുടെ ദേവേന്ദ്രനെ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം. ദേവേന്ദ്രന്റെ പുത്രനാണ് അർജുനൻ. അർജുനൻ ഒരു നാള് ദേവലോകത്ത് പോയി പിതാവിനെ കാണാൻ. അങ്ങനെ അവിടെ ചെന്നപ്പോൾ അതിവിശിഷ്ടമായ ഒരു മനോഹരമായ ഒരു വള്ളിച്ചെടി ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത് കണ്ടു. അപ്പോൾ അർജുനൻ എന്ത് ചെയ്ത് ആ വള്ളിച്ചെടിയുടെ അരികിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ ആ വള്ളിച്ചെടിയുടെ ഇലയിൽ അതിമനോഹരമായ അതിവിശിഷ്ടമായ ദേവതാ ചൈതന്യം, നക്ഷത്ര ചിഹ്നങ്ങളും ആ ഇലയിൽ കാണാൻ കഴിയും. അപ്പോൾ അർജുനൻ ചിന്തിക്കുകയാണ്, ഈ വള്ളിച്ചെടിയുടെ ഇലയിൽ ഇത്രയും മനോഹരമായ അതിവിശിഷ്ടമായ ദേവതാ ചൈതന്യം, നക്ഷത്ര ചിഹ്നങ്ങളും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അർജുനൻ ചിന്തിക്കുകയാണ്, ഇത് പിതാവിന്റെ അടുത്ത് ചെന്ന് ചോദിച്ചാൽ ഇതെന്താണ് ഈ ദേവതാ ചൈതന്യം ഈ വള്ളിച്ചെടിയിൽ കാണാൻ കഴിഞ്ഞതെന്ന്. അങ്ങനെ അർജുനൻ ദേവേന്ദ്രന്റെ അടുത്ത് ചോദിക്കുകയാണ്, പിതാവേ, ആ വള്ളിച്ചെടിയിൽ കാണുന്ന ദേവതാ ചൈതന്യവും നക്ഷത്ര ചിഹ്നങ്ങളും എന്താണ്? അപ്പോൾ ദേവേന്ദ്രൻ അർജുനനോട് പറയുകയാണ്, അർജുന, ഈ നാഗവള്ളിച്ചെടി നാഗലോകത്തെ കാണാറുള്ളൂ. അപ്പോ അർജുനന് അതിശയം തോന്നി. ഈ നാഗവള്ളിച്ചെടിയിൽ ഇത്രയും ദേവതാ ചൈതന്യങ്ങളോ? അപ്പോ ദേവേന്ദ്രൻ അർജുനനോട് പറയുകയാണ്, പുത്ര, തുളസിയിലയിൽ വൈഷ്ണവം കാണാം, കൂവളത്തലയിൽ ശൈവവും കാണാം. ഈ നാഗവല്ലിയുടെ ഇലയിൽ, ഈ വള്ളിച്ചെടിയുടെ ഇലയിൽ സർവ ദേവതാ ചൈതന്യങ്ങളും നക്ഷത്ര ചിഹ്നങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പൊ അർജുനന് മോഹം. അത്ര മനോഹരമായി ഈ വള്ളിച്ചെടി നമുക്ക് ഭൂമിയിലേക്ക് കൊണ്ടുപോയാൽ നമ്മുടെ പ്രജകൾക്ക് മോക്ഷം കിട്ടും. അപ്പൊ അർജുനൻ ദേവേന്ദ്രനോട് ചോദിക്കുകയാണ്, പിതാവേ, ഈ നാഗവള്ളിച്ചെടിയുടെ ഒരു തൈ എനിക്ക് ഭൂമിയിൽ കൊണ്ടുപോകാൻ തരുമോ? അപ്പോൾ ദേവേന്ദ്രൻ പറയുകയാണ്, പുത്ര, അതിനെന്താണ്? ഈ നാഗവല്ലിയുടെ ചെടികൾ ഭൂമിയിലേക്ക് കൊണ്ടുവയ്ക്കോ, ഈ സസ്യം അവിടെ വളരട്ടെ, ഇനി ഇതിവിടെ വേണ്ട. അങ്ങനെയാണ് ആ നാഗവല്ലി ചെടിയുടെ ഉത്ഭവം ദേവലോകത്ത് നിന്ന് നമ്മുടെ ഭൂമിയിലേക്ക് അർജുനനാണ് കൊണ്ടുവന്നത്. ആ നാഗവല്ലി ചെടിയാണ്, ആ നാഗവല്ലിയുടെ ഇലയാണ് ഇന്ന് വെറ്റിലയായിട്ട് നമ്മൾ അറിയപ്പെടുന്നത്. ആ വെറ്റിലയുടെ ഒരു വള്ളി കൊണ്ട് നമ്മുടെ വീടുകളിൽ നട്ടുവളർത്തുക. ആ വെറ്റിലയുടെ ഇലകളിൽ, വെറ്റിലയിലെ എല്ലാ ദേവതാ ചൈതന്യങ്ങളും നമുക്ക് കാണാൻ കഴിയും. സർവ്വ ഐശ്വര്യവും നമുക്കുണ്ടാവും. അതുകൊണ്ട് എല്ലാവരും ഒരു വെറ്റില വള്ളി കൊണ്ടുവന്ന് നട്ടുവളർത്തുക, 2 നേരവും വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമുക്ക് സർവ്വ ഐശ്വര്യവും ഉണ്ടാവുമെന്നാണ് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.